ഈ വരവ് അത് ഭീകരർക്ക് ദോഷം ചെയ്യും. ഒന്ന്, ഇന്ത്യ തിരിച്ചടിക്കാൻ പോകുന്നു എന്നതാണെങ്കിൽ. രണ്ട്, ഭീകരർക്കെതിരെ ഒരു വലിയൊരു പൊതുവികാരമായി ഈ ആക്രമണം രൂപപ്പെട്ടിട്ടുണ്ട്. അതുവരെ ഭീകരരോട് അനുഭാവം പ്രകടിപ്പിച്ചിരുന്ന കശ്മീർ സ്വതന്ത്രവാദികളായ ചില ഭീകരവാദികളല്ലാത്ത സംഘടനകൾ പോലും ഇതിനെതിരെ ശക്തമായ രംഗത്ത് വന്നു. ആരാണോ ഈ ആക്രമണം നടത്തിയത് അവരെ ന്യായീകരിക്കുന്ന രീതിയാണ് പൊതുവെ ഉള്ളത്. ഇന്ത്യ ഞങ്ങളെ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുമെന്ന് ചോദിക്കുന്ന ഹമാസ് മനോഭാവമുള്ളവരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പലരും. എന്നാൽ ജനങ്ങൾ മാറി ചിന്തിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് ഈ 2019 മുതൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം തിരിച്ചു വേണം. അതിനെതിരെ ഭീകരർ ഉയർത്തിയിരിക്കുന്ന വാളിനെതിരെ അവർ രംഗത്ത് വരുന്നു. അവിടുത്തെ സകല മനുഷ്യരും ഈ ആക്രമണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് രംഗത്ത് വന്നു. സകലരും പ്രതിഷേധിച്ചു. കുതിരക്കാരൻ മുതൽ ടാക്സി ഡ്രൈവർമാർ മുതൽ ട്രാവൽ ഏജൻസി മുതൽ ബിസിനസ്സുകാർ മുതൽ കശ്മീരിലെ മുഴുവൻ പ്രതിഷേധമായിരുന്നു. എല്ലാവരും ബന്ദ് പ്രഖ്യാപിച്ചു. ഞാൻ പറഞ്ഞ ആദിൽ ഹുസൈനെ പോലുള്ള രംഗത്തിറങ്ങി പ്രതിരോധിച്ചതുപോലെ തന്നെ കശ്മീരികൾ ഒറ്റക്കെട്ടായി ഭീകരർക്കെതിരെ രംഗത്ത് വന്നു. ഇരയാക്കപ്പെട്ട പരിക്കേറ്റവരെ ആശുപത്രി കൊണ്ടുപോകാൻ ഒരു സൗജന്യമായി ടാക്സി വിട്ടുകൊടുത്തു. അവിടെ മുഴുവൻ നിശബ്ദമായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ജനങ്ങൾ ഒറ്റ മനസ്സായി കടകൾ അടച്ചിട്ടുകൊണ്ട് ബന്ദ് നടത്തി പ്രതിഷേധിച്ചു. ഇതൊന്നും ഭീകരർക്കെതിരെ ബന്ദ് നടത്താനുള്ള ധൈര്യമൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. സകലരും കടകൾ അടച്ചു, സകലരും പ്രതിഷേധിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നു. എല്ലാവരും കശ്മീരിന്റെ വികാരം, കശ്മീരിനെതിരെയുള്ള ഒരു വല്ലാത്ത യുദ്ധപ്രഖ്യാപനമാണ് ഭീകരർ നടത്തിയത് എന്ന തരത്തിൽ രംഗത്ത് വന്നു. ഇത് കശ്മീരിൽ പുതിയ ഒരു വെളിച്ചം കൊടുക്കുമെന്ന് തീർച്ചയാണ്. ഈ ഭീകരാക്രമണം ഒരുപക്ഷെ പാകിസ്ഥാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകരവാദികൾക്കും കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാവും.